മൊഡ്യൂൾ 4 ട്രാൻസ്ഫോമറിൻ്റെ EMF ഇക്വേഷൻ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഒക്കെ പഠിച്ചല്ലോ Dcmtയിൽ. അപ്പോൾ അതിൻ്റെ ഒരു 3-4 പ്രോബ്ലംസ്, സിമ്പിളായിട്ടുള്ള 3-4 പ്രോബ്ലംസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പ്രോബ്ലം, എ 2000 bar 200 volt 20 kVA transformer has 66 turns, that is it is in the secondary, that is N2 ആണ് പറയുന്നത്. കാൽക്കുലേറ്റ് പ്രൈമറി ടേൺസ്, വി നീഡ് ടു ഫൈൻഡ് ഔട്ട് N1 ആൻഡ് സെക്കൻഡറി ഫുൾ ലോഡ് കറണ്ട് നെഗ്ലക്ട് ദ ലോസസ്. അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഫിഗർ എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ. ഇവിടെ 2000 പ്രൈമറി, ഈ കാണുന്ന 2000 ഇവിടെ വരച്ചു, 200 വോൾട്ട് ഇവിടെ, 20 kVA ആണ് അല്ലേ. പിന്നെന്താണ് 66 ടേൺസ്, നമ്പർ ഓഫ് ടേൺസ് ഇവിടെ 66 പറഞ്ഞു. N1 കണ്ടുപിടിക്കണം. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് സെക്കൻഡറി ഫുൾ ലോഡ് കറൻറ്റ്, ദാറ്റ് ഈസ് I2 അല്ലേ. അപ്പോൾ ടേൺസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ടേൺസ് റേഷ്യോ വെച്ചിട്ട് കണ്ടുപിടിക്കാം അല്ലേ. ടേൺസ് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താണ്? നമുക്കിവിടെ അറിയണ കാര്യങ്ങൾ എന്താണ്? K ഈസ് ഈക്വൽ ടു V2/V1 ഈസ് ഈക്വൽ ടു N2/N1 അല്ലേ. ഈസ് ഈക്വൽ ടു N2/N1 ഈസ് ഈക്വൽ ടു I1/I2. അതിൽ V2 V1 പറയാം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ K എന്താണ്? ദാറ്റ് ഈസ് 200/2000, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10. ഓക്കെ, ഇനി N2/N1 ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് N1. അതേപോലെ നമുക്കറിയാം ഒരു ലോസ്ലെസ് കണ്ടീഷൻ, ലോസ് ഇല്ലാത്ത കണ്ടീഷനിൽ V1 I1 ഈസ് ഈക്വൽ ടു V2 I2 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ V1 അറിയാം, V2 അറിയാം അല്ലേ. നമുക്ക് ഇതിൽ നിന്ന് എന്താണ് I2 കണ്ടുപിടിച്ചൂടെ, കാരണം 20 kVA ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ I1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ക്വസ്റ്റ്യനിൽ ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫുൾ ലോഡ് കറണ്ട് കാണണം. അപ്പോൾ നമുക്ക് പ്രൈമറിയും സെക്കൻഡറി ഫുൾ ലോഡ് കറണ്ട് കാണാൻ V1 I1 ഈസ് ഈക്വൽ V2 I2 ഈസ് ഈക്വൽ 20 × 10⁻³ ആണ്. സോ V2 I2 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? I2 ഈസ് ഈക്വൽ ടു 20 × 10⁻³ V2 ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ I2 അറിഞ്ഞു, V2 അറിയാം, V1 അറിയാമെന്നുണ്ടെങ്കിൽ K ഈസ് ഈക്വൽ ടു വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതായത് I2ഉം I1ഉം വെച്ചിട്ടും K വെച്ചിട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കറിയാം K ഈസ് ഈക്വൽ ടു എന്താണ്? V2/V1 ഈസ് ഈക്വൽ ടു I1/I2 ഈസ് ഈക്വൽ ടു N2/N1. അപ്പോൾ ഇതിൽ K നമുക്കറിയാം, I2 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് സെക്ഷൻ മാത്രം എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇത് വേണ്ട, ഇത് വേണ്ട, അതിങ്ങനെയും ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്തിട്ട് കാണിക്കാം. അത് നമ്മൾ പറഞ്ഞ പോലെ ചെയ്തു. V1 I1 V2 I2, നമ്മൾ I2 കണ്ടുപിടിച്ചു, I1 കണ്ടുപിടിച്ചു. ഇവിടെ എന്താണ്? അല്ലെങ്കിൽ I1 ഈസ് ഈക്വൽ ടു K I2 ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് പ്രൈമറി സെക്കൻഡറി കറൻസായി, അതേപോലെ പ്രൈമറി ഇതായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Okay, second one, an ideal 25 kVA transformer has 500 turns on the primary winding and 40 turns on the secondary winding. The primary is connected to 3000 volt 50 Hz supply. Calculate primary and secondary currents on full load, secondary EMF and the maximum core flux. അപ്പോൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി കറൻസ് കാണാൻ നേരത്തെ കണ്ട പോലെ നമുക്ക് ചെയ്താൽ മതി അല്ലേ. അതായത് നമുക്ക് എന്ത് ചെയ്താൽ മതി? V1 I1 ഈസ് ഈക്വൽ ടു നമ്മളുടെ ലോഡ് തന്നിട്ടുണ്ട്, അത് എഴുതാം. ഐഡിയൽ കേസ് ആയതുകൊണ്ട് അത് പറ്റുന്നത് V1 I1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അതേപോലെ I2 കണ്ടുപിടിക്കാനാണെങ്കിലോ K കാണാം. എന്താ കാരണം? പ്രൈമറി സൈഡിലുള്ള സെക്കൻഡറി സൈഡിലുള്ള നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ K ഈസ് ഈക്വൽ ടു N2/N1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു? K കിട്ടും. അപ്പോൾ I2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? I1/I2 ഈസ് ഈക്വൽ ടു ആണ് K. ഒരിക്കലും തെറ്റരുത്, എപ്പോഴും ശ്രദ്ധിക്കുക. V2/V1 ഈസ് ഈക്വൽ ടു E2/E1 ഈസ് ഈക്വൽ ടു N2/N1 ഈസ് ഈക്വൽ ടു I1/I2 ഈക്വൽ ടു ആണ് K. ഇതൊരിക്കലും തെറ്റരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് അത് കണ്ടുപിടിക്കാം. അപ്പോൾ K കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എന്താണ്? ഇവിടെ 3000 വോൾട്ട് എന്ത് തന്നിട്ടുണ്ട്? ഐഡിയൽ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് V1ഉം E1ഉം സെയിം ആണ്. അപ്പോൾ നമുക്ക് അതിൽ എന്ത് കണ്ടുപിടിക്കാം? E2 കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡറി EMF കിട്ടും. പിന്നെ മാക്സിമം കോർ ഫ്ലക്സ് കാണാൻ നമുക്കറിയാം E1 ഈസ് ഈക്വൽ ടു 4.44 FN1 5M. അതിൽ ഇത് മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ പറഞ്ഞ പോലെ ജസ്റ്റ് K ഈസ് ഈക്വൽ ടു N2/N1 ചെയ്തപ്പോൾ നമുക്ക് K കിട്ടി. V1 I1 ഈസ് ഈക്വൽ ടു V2 I2 ഈസ് ഈക്വൽ ടു 25 kVA. നിങ്ങളിത് എൻ്റെ ഒപ്പം ചെയ്യണം കേട്ടോ, അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, I1 ഈസ് ഈക്വൽ ടു എന്താണ്? V1 നമ്മളുടെ 25 kVA ഡിവൈഡഡ് ബൈ
V1. അപ്പോൾ നമുക്കത് കിട്ടി. ഓൾസോ നമുക്ക് കെ വെച്ചിട്ട് തന്നെ നമുക്ക് കാണാം I1/I2 = K ആണെന്ന് നമുക്കറിയാം. സോ I2 = എന്താണ് I1/K, നമുക്കത് കിട്ടി. E2/E1 = K ആണ്. ഇത് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ E2 കിട്ടണമെങ്കിൽ എന്താണ് K × E1. E1 3000 ആണെന്ന് അറിയാം. അപ്പോൾ 4/50 × 3000 240 വോൾട്ട്. E1 = നമുക്കറിയാം 4.44 FN1 5M. കാരണം നമ്മൾ 5M ആണ് കണ്ടുപിടിക്കാൻ നമ്മൾ. അപ്പോൾ ഇതിൽ 5M നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കണ്ടുപിടിക്കാൻ പറ്റി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. Now a single phase 2200 bar 250 volt 50 Hz transformer has a net core area of 36 cm² and a maximum flux density of 6 Weber per meter square. Calculate the number of turns of primary and secondary. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ അറിയാൻ ഒരു ഇക്വേഷൻ എന്താണ്, E1 = 4.44 FN1 5M എന്നുള്ള ഇക്വേഷൻ അറിയാം അല്ലേ. അതിൽ നമുക്കിവിടെ N1 തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ. N2 ഉണ്ടോ? അത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ E1 തന്നിട്ടുണ്ട്, എഫ് അറിയാം, പിന്നെന്താണ് 5M കണ്ടുപിടിച്ചാൽ മതി. 5Mനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇവിടെ, ഫ്ലക്സ് ഡെൻസിറ്റിയും ഏരിയയും തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ ഏരിയ ചെയ്താൽ പോലെ. അപ്പോൾ അത്രേ ഉള്ളൂ ഇത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് ആദ്യം ചെയ്യാം. സോ E1 = 4.44 FN1 5M. ഇതിൽ N1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ E1 അറിയാം, നമുക്കിവിടെ തന്നിട്ടുണ്ട് 2200 തന്നിട്ടുണ്ട്. F 50 Hz അറിയാം. 5M = ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ, രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. 6 ഫ്ലക്സ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, വെബർ പെർ മീറ്റർ സ്ക്വയർ. ഏരിയ തന്നിട്ടുള്ള 36 cm² ആണ്. അപ്പോൾ അതിനെ മീറ്ററിലേക്കാക്കി. സോ മീറ്റർ സ്ക്വയർ ആക്കി. ദർഫോർ ഇറ്റ് വിൽ ബി 0.0216 വെബർ. ദർഫോർ ഇതിൽ നിന്ന് N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 459. N2 = നമുക്ക് ഉപയോഗിക്കാം E2/4.44 F × 5M തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ E2 ഇവിടെ മാറ്റി കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് E2/E1 = K കണ്ടുപിടിക്കാം. E2 E1 പറയാമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യാം, N2/N1 = K എന്നിട്ടിട്ട് വേണമെങ്കിലും അങ്ങനെയും കണ്ടുപിടിക്കാം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഒരു ക്വസ്റ്റ്യൻ തരാണ്. സിനുസോയിഡൽ ഫ്ലക്സ് തരും, വെബർ എന്ന് പറഞ്ഞിട്ട് 5M തരും. അതുപോലെ സെക്കൻഡറി ടേൺസ് തരും, ഫ്രീക്വൻസി തരും. എന്നിട്ട് യു നീഡ് ടു കാൽക്കുലേറ്റ് RMS വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് 5M തരും, പിന്നെ N2 തരും, ഫ്രീക്വൻസി തരും. അപ്പോൾ നമുക്ക് RMS വാല്യൂ ഓഫ് സെക്കൻഡറി വോൾട്ടേജ് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറയും. അതെന്താണ്, E2 ആണ്, വേറെ ഒന്നുമില്ല. നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പറയണത് കേട്ടോ. അപ്പോൾ 4.44 × F × N2 × 5M ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡു അല്ലേ. അപ്പോൾ അങ്ങനെ പ്രോബ്ലം വന്നാലും നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് 3 പ്രോബ്ലം നമ്മൾ ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ.